കുട്ടികളെ ഇന്ന് നമ്മൾ നോക്കുന്നത് ചെറുശ്ശേരിയുടെ അമ്മയ്ക്കൊരു സന്ദേശം എന്നൊരു ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ചെറുശ്ശേരി എന്ന് പറഞ്ഞാൽ നമുക്കറിയാറാണ് കൃഷ്ണഗാഥ എഴുതിയിട്ട് മലയാള സാഹിത്യത്തിലെ ചിരപ്രതിഷ്ഠ നേടിയ അല്ലെങ്കിൽ ശാശ്വത പ്രതിഷ്ഠ നേടിയ ഒരു വ്യക്തിയാണ് ചെറുശ്ശേരി കവിത്രയത്തിൽ, അതായത് പ്രാചീന കവിത്രയത്തിൽ പെട്ട ഒരാളാണ് ചെറുശ്ശേരി. പ്രാചീന കവിത്രയം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആരൊക്കെയായിരുന്നു. തുഞ്ചത്ത് എഴുത്തച്ഛൻ, പിന്നെ കുഞ്ചൻ നമ്പ്യാർ, ചെറുശ്ശേരി. അതിൽ കുഞ്ചൻ നമ്പ്യാരെക്കുറിച്ചിട്ടും കുഞ്ചൻ നമ്പ്യാരുടെ ഒരു കവിത നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതാണ്? കാലിനില്ലാത്ത കാലം അല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ചെറുശ്ശേരിയുടെ അമ്മയ്ക്കൊരു സന്ദേശം എന്ന കവിതയാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. നോക്കാം നമുക്ക്. ഹംസവധത്തിന് ശേഷം തിരിച്ച് തൻ്റെ നാട്ടിലേക്ക് പോകാൻ ഒരുങ്ങുന്ന, അതായത് അമ്പാടിയിലേക്ക് പോകാൻ ഒരുങ്ങുന്ന കൃഷ്ണനും, പക്ഷേ തനിക്ക് കുറേ കാര്യങ്ങൾ കംസൻ്റെ വധത്തിന് ശേഷം ഇവിടെ ചെയ്തു തീർക്കാനുണ്ട് എന്ന് ഓർക്കുകയും അതിനാൽ അമ്മയ്ക്ക് വേണ്ടിയിട്ട് താൻ കരുതി വെച്ചിരിക്കുന്ന ചേല നന്ദഗോപുരം, അതായത് വളർത്തച്ഛനായ നന്ദഗോപരുടെ അടുത്ത് അത് കൊടുത്തു വിടുകയും പിന്നീട് തൻ്റെ അമ്മയോട്, അതായത് യശോദാമ്മയോട് തൻ്റെ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ തൻ്റെ സന്ദേശം അറിയിക്കണമെന്ന് പറഞ്ഞിട്ട് സന്ദേശം എന്താണെന്ന് പറയുന്നതുമാണ് ഈ കഥയുടെ സന്ദർഭം എന്ന് പറയുന്നത്. ഓക്കെ, ഈ കവിതയുടെ സന്ദർഭം നമുക്ക് നോക്കാം എന്താ പറയുന്നത്. നമുക്ക് കവിതയിലേക്ക് പോകാം. അമ്മയ്ക്കു നൽകുവാൻ ചെമ്മുള്ള ചേലകൾ നന്ദകൻ കയ്യിലെ നൽകി ചൊന്നാൻ, നൽചേല നാലുമെൻ നന്മതൻ കയ്യിലെ ഇച്ഛയിൽ നൽകേണം ഇന്നു തന്നെ, എന്നമ്മ തന്നോടു ചൊല്ലണം പിന്നെ നീ എന്നെ മറക്കല്ല എന്നിങ്ങനെ, പാൽവെണ്ണയുണ്ണാഞ്ഞു വേദനയുണ്ടതിൽ പാരമിനിക്കുന്നു ചൊൽക പിന്നെ, വെണ്ണയും പാലും ഇങ്ങാരാനും പോരുന്നു ഉണ്ടെങ്കിൽ മെല്ലെ വരുത്ത വേണം, വാഴപ്പഴങ്ങളും വണ്ണം തിരണ്ടവ കേഴുവാനല്ലായിലെന്നു ചൊൽവൂ. എന്താ പറയുന്നത് അവിടെ? അമ്മയ്ക്കു നൽകുവാൻ ചെമ്മുള്ള ചേലകൾ. നന്ദഗോപരുടെ കയ്യിൽ തൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് താൻ വാങ്ങിയിട്ടുള്ള ചേലകൾ, അതായത് വസ്ത്രങ്ങൾ കൊടുത്തു വിടുകയാണ്. എന്നിട്ട് നന്ദഗോപർ ആരാണ്? വളർത്തച്ഛനാണ് അല്ലേ. നന്ദഗോപരോട് പറയുകയാണ്, ഇത് 4 ചേലകളും എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ വളരെ ഇഷ്ടത്തോടു കൂടി വാങ്ങിയതാണ്, ഇത് അതേ ഇഷ്ടത്തോടു കൂടി തന്നെ എൻ്റെ അമ്മയ്ക്ക് നൽകണേ എന്ന് പറയുകയാണ്. എന്നമ്മ തന്നോട് ചൊല്ലണം പിന്നെ നീ എന്നെ മറക്കല്ല എന്നിങ്ങനെ. എൻ്റെ അമ്മയോട് പറയണം, ഞാൻ വേഗം തന്നെ അമ്പാടിയിലേക്ക് തിരിച്ചെത്തും, എന്നെ മറക്കരുതേ എന്നും കൂടി അമ്മേനോട് ഓർമ്മിപ്പിക്കണം എന്ന് പറയുകയാണ്. പിന്നെയോ, പാലും വെണ്ണയും ഉണ്ണാഞ്ഞു വേദനയുണ്ടുള്ളിൽ പാരം എനിക്കെന്നു ചൊൽക പിന്നെ. എന്താ പറയുന്നത്? എൻ്റെ മനസ്സ് പാലും വെണ്ണയൊന്നും കിട്ടാത്തതുകൊണ്ട്, അമ്മയുടെ അടുത്തൊന്നും പാലും വെണ്ണയൊന്നും എനിക്ക് കിട്ടാത്തതുകൊണ്ട് എനിക്ക് വളരെയധികം സങ്കടമുണ്ട്. അതുകൊണ്ട് ആരെങ്കിലും ഈ വഴിക്ക് ഇങ്ങോട്ടേക്ക് വരുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ കയ്യിൽ പാലും വെണ്ണയും അതേപോലെ തന്നെ വലിയ വാഴപ്പഴങ്ങളെല്ലാം കൊടുത്തു വിടണം എന്നും പറയുകയാണ് അല്ലേ. ചിറ്റാടയുണ്ടു ഞാൻ പെട്ടകം തന്നുള്ളിൽ മറ്റാരും കാണാതെ വച്ചു പോന്നു, ഊനപ്പെട്ടിട്ടില്ല എന്നതേ ചിന്തിച്ചു ദീനമാകുന്നു തെന്ന മാനസത്തിൽ, മഞ്ഞൾ പിഴിഞ്ഞുള്ള കൂറകളൊന്നുമേ മങ്ങാതെ മാനിച്ചു കൊള്ളേണം നീ, വെറ്റില തിന്നു ചുരുക്കിന നേരത്തു തെറ്റുന്നു പൂട്ടുവാൻ ചൊന്നേനല്ലോ, കൂലിയായെന്നതിനമ്മ തൻ നൽകിയ ചേലയും മാലുറ്റു പോകല്ലാതെ പിള്ളേരു നുള്ളിനാൻ എന്നങ്ങു ചൊല്ലിയിട്ടു പീലി കൊണ്ടെന്നെ അടിച്ചാളമ്മ, കേണുകൊണ്ടങ്ങു വഴക്കായി പോയി ഞാൻ ഊണിനു വരാതെ നിന്ന നേരം, തെണ്ടമായെന്നതിൻ അന്നു നീ നൽകിയ കണ്ടിക്കൻ ചേല മറക്കല്ലാതെ. എന്തെല്ലാം ഇവിടെ പറയുന്നത്? അതായത് തൻ്റെ അമ്മേനോട് പറയണം, തനിക്ക് ഇവിടെ ആരും ഒരു സാധനവും തരാനില്ല, അതായത് വാഴപ്പഴങ്ങളൊക്കെ ആരെങ്കിലും അവിടെ നിന്ന് വരുന്നുണ്ടെങ്കിൽ കൊടുത്തു വിടണം എന്ന് അമ്മേനോട് പറയുന്നു. അതുപോലെ വിശേഷ ദിവസങ്ങളിൽ ഉടുക്കാൻ വേണ്ടി ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന, സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന, എൻ്റെ പെട്ടിയിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ചിറ്റാടയുണ്ട്, അതിന് ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ എന്നുകൂടി എടുത്തു നോക്കണം. അതിൻ്റെ കാര്യം ഓർത്തിട്ട് എനിക്ക് വളരെ സങ്കടമുണ്ടെന്നും, പിന്നെ മഞ്ഞൾ പിഴിഞ്ഞുള്ള കൂറകളൊന്നുമേ മങ്ങാതെ മാനിച്ചു കൊള്ളേണമെന്ന്. മഞ്ഞപ്പട്ടുകൾ കൃഷ്ണന് വളരെയധികം ഇഷ്ടപ്പെട്ട ഒന്നാണ് മഞ്ഞപ്പട്ടുകൾ. ആ മഞ്ഞപ്പട്ടും അതിൻ്റെ കൂടെ ഉണ്ട്, അതിനൊന്നും ഒരു ഹാനിയും വന്നിട്ടില്ലല്ലോ എന്നുകൂടി നോക്കണം എന്ന് പറയാണ്. പിന്നെ വെറ്റില തിന്നു ചുരുക്കിന നേരത്തു തെറ്റൊന്നു പൂട്ടുവാൻ ചൊന്നേനല്ലോ. അതായത് വെറ്റില തിന്നിരുന്ന സമയത്ത് തൻ്റെ അമ്മ നോക്കുമ്പോൾ അമ്മയ്ക്ക് എന്ത് പറ്റി? വെറ്റിലയുടെ ആ ഒരു അതിൻ്റെ ഒരു മത്ത് തലയ്ക്ക് പിടിച്ചിട്ട് അമ്മ തല കറങ്ങി വീഴാൻ ശ്രമിച്ചില്ലായിരുന്നോ? അന്നേരം ഞാനല്ലേ അടുത്തിരുന്ന് അമ്മേനെ ആശ്വസിപ്പിച്ചത്. അതിന് അമ്മ എനിക്ക് എന്ത് തന്നു? കൂലിയായെന്നതിന് അമ്മ തൻ നൽകിന ചേലയും മാലുറ്റു പോകല്ലാതെ. അതിനായിട്ട് അമ്മ എനിക്ക് നൽകിയിരിക്കുന്ന ചേലയില്ലേ, എൻ്റെ വസ്ത്രങ്ങളില്ലേ, അതൊക്കെ സൂക്ഷിച്ചു വെച്ചിരിക്കണേ എന്ന് പറയുകയാണ്. പിന്നെയോ, പണ്ട് പിള്ളേരുടെ കൂടെ അല്ലെങ്കിൽ കുട്ടികളുടെ കൂടെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരെ ഞാൻ നുള്ളിയതിന് അമ്മ എന്നെ മയിൽപ്പീലി കൊണ്ട് അടിച്ചില്ലേ, അന്നതെനിക്ക് വളരെയധികം സങ്കടമായിരുന്നു. അന്ന് ഞാൻ അമ്മയുടെ അടുത്തേക്ക് വരാതെ, അതായത് ഊണ് കഴിക്കാൻ വരെ വരാതെ ഇരുന്നപ്പോൾ അമ്മ എനിക്ക് അമ്മയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട മഞ്ഞപ്പട്ട്, അതായത് കണ്ടിക്കൻ ചേല,
അമ്മ എനിക്ക് തന്നില്ലായിരുന്നോ, അതായത് നല്ല പട്ട് എനിക്ക് തന്നില്ലായിരുന്നോ, ആ പട്ടും അമ്മ എന്ത് ചെയ്യണം, സൂക്ഷിച്ച് വെക്കണേ എന്ന് പറയുന്നത്. അടുത്തത്, പൊങ്ങിനോ രോഷ പുലമ്പി നിന്നിടുന്ന കിങ്ങിനി എങ്ങാനും വീഴല്ലാതെ. എന്താ പറയുന്നത്, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒന്നാണ് ഞാൻ ചെറുതായിരുന്നപ്പോൾ ഞാൻ ധരിച്ചിരുന്ന കിങ്ങിണി. ആ കിങ്ങിണിയുടെ ശബ്ദം എനിക്ക് വളരെയധികം ഇഷ്ടമാണ്. അതും ഒന്നും സംഭവിക്കാതെ തന്നെ എടുത്തു വെക്കണേ. പിന്നെയോ, പാവകളൊന്നുമേ പാഴായി പോകാതെ പാലിച്ചു കൊള്ളയണം പാരാതെ നീ. പാവകളൊന്നും, അതായത് ഞാൻ കളിച്ചുകൊണ്ടിരുന്ന കളിക്കോപ്പുകളൊന്നും ഒന്നും സംഭവിക്കാതെ നല്ല രീതിയിൽ അത് എടുത്തു വെക്കണേ. ചേണുറ്റു നിന്നുള്ളോരോണവില്ലൊന്നുമേ ഞാണിറ്റു പോകല്ല ഞാൻ വരുമ്പോൾ. എന്താ പറയുന്നത്, എൻ്റെ കയ്യിലുണ്ടായിരുന്ന, ഞാൻ അവിടെ കളിച്ചുകൊണ്ടിരുന്ന ഒന്നും സംഭവിക്കാതെ അതെല്ലാം നല്ല രീതിയിൽ തന്നെയാണോ, അതിൻ്റെ ഞാനൊന്നും മറ്റു പോയിട്ടില്ലല്ലോ എന്നെല്ലാം അമ്മയൊന്ന് സൂക്ഷിച്ച് നോക്കി വെക്കണേ. അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടതാണ്. ഞാൻ വരുമ്പോഴേക്കും ഇതെല്ലാം റെഡിയാക്കി വെക്കണേ എന്നാണ് അമ്പാടിയിലേക്ക് ഉള്ള യശോദാമ്മയുടെ അടുത്ത് എത്തിക്കാൻ വേണ്ടി കൃഷ്ണൻ പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് പഠിക്കാനുള്ളൂ.